ഇവിടെ ഇത് നടപ്പാക്കുന്നവരാര് എന്താണ് പ്രശ്നം? നടപ്പാക്കുന്നത് BJP ഗവൺമെൻറ്റാണ്. BJPയുടെ നേതൃത്വം ആർക്കാ? RSSനാണ്. RSS രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി കണ്ടതിൽ 2 പേര് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ഈ ആഭ്യന്തര ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്ന രീതി രാജ്യത്ത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതെങ്കിലും ഒരിടത്തല്ലല്ലോ, പലയിടത്ത് നടക്കുകയല്ലേ. സംഘപരിവാറല്ലേ അതിൻ്റെ നേതൃത്വത്തിലുള്ളത് അത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിന്. സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇരയാകുന്നവർക്ക് സംരക്ഷണം ഗവൺമെൻറ്റിൽ നിന്നുണ്ടോ? അപ്പോഴും ആക്രമിക്കുന്നവർക്കല്ലേ സംരക്ഷണം, അക്രമികളുടെ കൂടെയല്ലേ നിൽക്കുന്നത്. എന്തുകൊണ്ടാണത്? നേരത്തെ പറഞ്ഞ നയത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നീതിന്യായ സംഹിതയിൽ ഏതെങ്കിലും ഗവൺമെൻറ് അക്രമികളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ അക്രമികളുടെ കൂടെ നിന്ന അനുഭവമല്ലേ ഇവിടെയുള്ളത്. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരമൊരു നിയമം ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. ആ നിയമം കൊണ്ടുവരുമ്പോൾ അതിനകത്ത് അന്ന് തന്നെ RSSനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ആ നിയമത്തിൽ ഭേദഗതി വരുത്തി വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യാനാണ് ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. അതിലാണ് എല്ലാവരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു സ്ഥാപനം കണക്ക് കൊടുക്കാൻ വൈകിപ്പോയാൽ ആ സ്ഥാപനം പിടിച്ചെടുക്കുകയും അത് തങ്ങളുടെ വരുതിയിലാക്കുകയും ചെയ്യുക എന്നത് എന്തൊരു നീതിയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ അനുഭവം, ന്യൂനപക്ഷങ്ങൾക്കുള്ള അനുഭവം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭീതി ഉയർന്നു വന്നിട്ടുള്ളത്. അതൊരു അടിസ്ഥാനരഹിതമായ ഭീതിയാണ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെല്ലാം കാണുന്നത് അത് അടിസ്ഥാനമുള്ള ഭീതിയാണ് എന്ന് തന്നെയാണ്.